അസ്സലാമു അലൈക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് നിസ്കാരമാണല്ലോ. നിസ്കാരമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും എല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ഇടയിൽ നിസ്കരിക്കാൻ മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ചില സമയങ്ങളിൽ നല്ല കാര്യങ്ങൾ, ഇബാദത്തുകൾ, നിസ്കാരമൊക്കെ നമുക്ക് ചെയ്യാൻ മടിയുള്ള ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട്, ഇല്ലേ? നിസ്കരിക്കാനുള്ള മടി, നിസ്കാരത്തോടുള്ള ആത്മാർത്ഥത കുറവ്, നിസ്കാരത്തിലെ ശ്രദ്ധക്കുറവ് എല്ലാം മാറിക്കിട്ടാൻ എല്ലാ ദിവസവും പതിവാക്കേണ്ട ദിക്റിനെ കുറിച്ചാണ് പറയുന്നത്. നിസ്കാരത്തിൽ ഒരിക്കലും മടി വരാൻ പാടില്ല. കാരണം ഫർളായും അത്രയും നിർബന്ധമായ കാര്യമാണ് നാം ചെയ്യേണ്ടത്. എല്ലാ ദിവസവുമുള്ള 5 വഖത്ത് നിസ്കാരം അതിൻ്റെ പ്രാധാന്യത്തിൽ തന്നെ നിർവഹിക്കണം. എന്നാൽ ചില സമയങ്ങളിൽ പൈശാചികമായിട്ടുള്ള ശൈത്താൻ്റെ ഉപദ്രവം കൊണ്ട് നമ്മുടെ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗവും നമ്മുടെ മനസ്സിൻ്റെ ഈമാൻ കുറയുന്നതിന് കാരണമാകുന്നു. ചില സമയത്ത് നിസ്കാരം ഒഴിവാക്കാനുള്ള മടി മാറ്റാനും ഈ ദിക്ർ ഓതിയാൽ മതി. ഇത് ദിവസവും നിങ്ങൾ പതിവാക്കി ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അത്രയും പ്രാധാന്യമുള്ള, ശക്തിയുള്ള അള്ളാഹുവിൻ്റെ നാമമായ അസ്മാൽ ഹുസ്നയിലെ ദിക്റുകളാണിത്. ഈ ദിക്ർ ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാവുന്നതാണ്. നമുക്ക് ദിക്ർ ചൊല്ലാനുള്ള മടി, ഖുർആൻ ഓതാനുള്ള മടി, നിസ്കരിക്കാനുള്ള മടി, അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള മടി, ഇബാദത്ത് ചെയ്യാനുള്ള മടിയൊക്കെ മാറാനുള്ള ദിക്റാണിത്. 313 തവണയാണ് ഈ ദിക്ർ ചൊല്ലേണ്ടത്. എല്ലാ ദിവസവും പതിവാക്കേണ്ടതാണ്. കുറച്ച് ദിവസം ചൊല്ലിയാൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നതാണ്. ഏതാണ് ആ ദിക്ർ എന്ന് നോക്കിയാലോ. യാ ഖുദ്ദൂസു യാ അല്ലാ, യാ സലാമു യാ അല്ലാ, യാ മുഅ്മിനു യാ അല്ലാ, യാ മുഅമ്മിനു യാ അല്ലാ. 313 പ്രാവശ്യം എല്ലാവരും എല്ലാ ദിവസവും ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈമാനോടെ ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.